ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്യാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹെയർ കളർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിഫോറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഹെയർ കളർ ചെയ്ത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് കളർ ചെയ്ത് തരുന്നത് എൻ്റെ ഫ്രണ്ടായ സുമിയാണ്. സുമി നിന്നെ കാണിക്കട്ടോ. അവൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അവളെ കാണിക്കണില്ല. പക്ഷെ അവൾ ചെയ്യണ വർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മുടി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഹെയറിൽ ചെയ്ത് അവസാനം ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ ഹെയർ ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ്. ക്ലെൻസ് ചെയ്യുന്ന വീഡിയോ. നല്ല ഓയിലുണ്ട്. ഞാൻ ഡെയിലി ഓയിൽ തേച്ച് കുളിക്കുന്ന ഒരാളായതുകൊണ്ട് ഹെയറിൽ നല്ല ഓയിലുണ്ട്. അപ്പോൾ ഒരു 3 ടൈം എന്തായാലും വാഷ് ചെയ്തേ പറ്റുള്ളൂ, ഷാമ്പു വാഷ്. ഹെയറിൽ നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് അഴുക്കൊക്കെ നല്ലോണം അത് മാറ്റണം, റിമൂവ് ചെയ്യണം. ഓയിലൊക്കെ നല്ലതുപോലെ ഉണ്ട്. ഇതേപോലെ നല്ല മസാജ് ചെയ്ത് വേണം നമ്മളിത് ക്ലെൻസ് ചെയ്തെടുക്കാൻ. അത് നല്ല മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഇതെന്ന് വെച്ചാൽ ഒരു റിലാക്സേഷൻ. അത് ഗൗരി ക്യൂൺസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സത്യം പറഞ്ഞാൽ തലയെ തൊട്ട് കഴിഞ്ഞാൽ ഉറക്കം വരും അല്ലേ? വരും. താളിയൊക്കെ തേച്ച് വളർത്തിയ മുടിയാണ്. നമുക്ക് കളർ ചെയ്ത് നശിപ്പിക്കാം. നാടൻ ലുക്കാണ്. നാടൻ ലുക്കിനെ നമ്മളിപ്പോൾ മോഡേൺ ലുക്കാക്കാൻ നാടൻ ലുക്കിനെ മോഡേൺ ലുക്കാക്കി മാറ്റാൻ പോവുകയാണ്. മതി കഴുകി എടുത്തിട്ട് എടുക്കാം. അഴുക്കുണ്ടാടി. എന്നും കുളിക്കൂലെന്ന് നാട്ടുകാരെയും കൂടി അറിയിക്കുക. അഴുക്കൊണ്ട എന്നും കുളിക്കും ഞാൻ. കുളിക്കാതിരുന്ന എൻ്റെ മുടി പൊഴിയും. ഹെയർ ഫോൾസ്. കുളിക്കരുതെന്നാണ്. എന്നും കുളിച്ചുവിടുന്നതാണ്. പക്ഷേ ഞാൻ പണ്ട് മുതൽ അങ്ങനെ ശീലിച്ചതുകൊണ്ടേ എനിക്ക് കുളിച്ചേ പറ്റുള്ളൂ. എനിക്ക് കുളിച്ചില്ലെങ്കിലാണ് മുടി പൊഴിയണത്. തന്നെ 2 ദിവസം കുളിക്കാതിരുന്ന മുടി നല്ലോണം പൊഴിയും. അതെ, ഞാൻ പണ്ട് മുതൽ ശീലിച്ചുകൊണ്ടാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിത്തത്തിന് പുറകോട്ടാണെങ്കിലും എന്ന് കുളിച്ചിട്ടൊക്കെയാണ് പോണത്. കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു തുളസി തണ്ടും തലയിൽ ചൂടി എല്ലാവരുടെയും തലഴുന്ന സത്യം. അല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ. അപ്പം നമ്മളത് എൻജോയ് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കസ്റ്റമറെയൊക്കെ സർവീസ് ചെയ്യുമ്പോഴേ എനിക്കിഷ്ടമല്ലെന്നാണ് നീ പറയുന്നത്. അല്ല, നിനക്കും ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ നീ ഈ ജോലി തിരഞ്ഞെടുത്തത്. നമുക്ക് ഇഷ്ടം കൊണ്ടാണ് ഇത് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്കൊരു മടുപ്പ് തോന്നാത്തത്. എല്ലാവരും ചോദിക്കും എൻ്റെ ബ്യൂട്ടീഷ്യൻ ആരാണെന്ന്. അപ്പൊ അതാണ് എല്ലാവരും ചോദിക്കണത്. അപ്പൊ നിന്റെ ബ്യൂട്ടീഷ്യനെയാണ് എല്ലാവരും വന്ന് തിരക്കേണ്ടതെന്ന്. എൻ്റെ ബ്യൂട്ടീഷ്യൻ്റെ മുഖം കാണിക്കാൻ ബ്യൂട്ടീഷ്യൻ ഇഷ്ടമല്ല. ഞാൻ ഈ ഹെയർ തന്നെ ഇപ്പോൾ ഒരുപാട് ലോങ് ആയിട്ട് വളർത്തുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? എനിക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഹെയറേ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഹെയർ ഞാൻ വെട്ടാതെ വളർത്തണത്. അത് നമ്മൾ എന്തിനു ജോലി? അതെവിടെയാണ് ഡൊണേറ്റ് ചെയ്യണത്? ഡീറ്റെയിൽസ് അറിയത്തില്ല. അറിയത്തില്ലേ? അത്
ഇവരുടെ പ്രേക്ഷകരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ അവർ ചിലപ്പോൾ കമന്റ് ഇടും. അപ്പോൾ എനിക്ക് ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അത് എങ്ങനെയാണ് എവിടെയാണ് ഡൊണേറ്റ് ചെയ്യണേന്നൊന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതിനു വേണ്ടിയാണ് മെയിനായിട്ട് ഹെയർ വളർത്തുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ഇത്രയും ലെങ്ത് എന്തിന് കുറച്ച് വെട്ടിക്കളഞ്ഞുകൂടിയെന്ന്. പക്ഷേ വെട്ടിക്കളഞ്ഞാൽ ഒരു അരയിഞ്ച് അങ്ങനെ വെട്ടുള്ളൂ. പക്ഷേ എനിക്ക് വെട്ടാൻ താല്പര്യമില്ല. ഡൊണേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഞാൻ വളർത്തുന്നത്. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ മിക്സ് ചെയ്യുകയാണ്, ഹെയർ കളറ്. അപ്പം നമ്മൾ ഏതാണ്ട് ഫോയിൽ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കളറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മുടിയുടെ ഓയിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു മുഖം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇല്ല, സെക്കൻഡ് പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഹെയർ കളർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പേടി അങ്ങനെയൊന്നുമില്ല. എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ട്. അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷ. അപ്പോൾ നമ്മൾ ഹെയറിൽ കളർ അപ്ലൈ ചെയ്ത് 1 hour കഴിഞ്ഞിട്ട് നമ്മളിത് വാഷ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇതെന്ത് കളറാവുമെന്ന് ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ ഇവിടെ കസ്റ്റമർക്ക് ആർക്കും ഈ കളർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഹെയറിൽ തന്നെ ചെയ്യണത്. അപ്പോൾ ഈ ഫോയിൽ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നല്ലോണം ഷാംപൂ വാഷ് ചെയ്യണം. ഷാംപൂ വാഷ് ചെയ്ത് നമ്മൾ മാസ്കോ കണ്ടീഷണറോ ഇട്ട് നമ്മൾ നന്നായി വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഡ്രൈ ആക്കാം. ഡ്രൈ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ കളർ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പയ്യെ റിമൂവ് ചെയ്തതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഷാംപൂ വാഷൊക്കെ ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കെന്തായാലും ഇഷ്ടമായി. ഒരുപാട് കളറും ചെയ്തൊന്നും ആവത്തില്ല, എന്നാൽ ഒരുപാട് കളറും ആയിട്ടില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട രീതി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച രീതി ഇങ്ങനെയാണ്. ഓവറായിട്ട് ഒരിക്കലും ആവരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത് എൻ്റെ ഹെയറിന് ചേരുന്നതുകൊണ്ട് എനിക്കും ചേരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പുറത്ത് പോയി നിന്ന് വീഡിയോ എടുത്താലേ നല്ല കളർ കറക്റ്റ് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ നിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു.